ഇരിക്കുന്നത്? അടുത്ത ആളെ വിളി. മാർക്കറ്റ് കോപ്പിയിലെ പേജ് നമ്പർ 26, മാന്നാർ മത്തായി. മാമാർ വീട്, മാമാർ പിയോ, വയസ്സ് 26. എഴുതുന്നുണ്ടല്ലോ. എഴുതുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് എഴുതണം അല്ലേ? ക്രമ നമ്പർ 32. മാന്നാർ പറഞ്ഞത് മാന്നാർ മത്തായി. ഇനി നോക്കട്ടെ. പ്രഭാകര, നീ ആ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ ഞെക്കടേ. ഞാൻ ചെക്ക് ചെയ്യല്ലോ സാർ. ഇപ്പൊ എനിക്ക് പ്രഭാകര, പണ്ട് നമ്മൾ സ്കൂളിൽ പിള്ളേർ കളിച്ചു നടന്ന പോലെ ഇത് ഇലക്ഷൻ ആണ്, ഇലക്ഷൻ കേട്ടാ. ഇനി ചേട്ടനെ കൂടെ പോകും. ഇനി ശ്രദ്ധിക്കാളിയാ. അളിയന് ഡോണ്ടു സാർ സാർ. എവിടെ പോകും? അല്ല, വോട്ട് ചെയ്തായിരുന്നു. വോട്ട് ചെയ്തു? ആര് വോട്ട് ചെയ്തു? പോയി വോട്ട് ചെയ്യട്ടാ, കറക്റ്റായിട്ട് വോട്ട് ചെയ്യും, കളിക്കല്ലേ. അപ്പൊ ഒരാൾക്ക് 2 വോട്ടുണ്ടോ? ഞാൻ മറ്റേ ആൾക്കൂടൊന്നും ചെയ്തേക്കാം. പുള്ളി കുറെ പറഞ്ഞ കാര്യമായിട്ട്. 2 വോട്ട്? ചേട്ടൻ വോട്ട് ചെയ്തില്ല, കറക്റ്റായിട്ട് നോക്ക്. ചേട്ടാ വോട്ട് ചെയ്താൽ നമുക്ക് ശബ്ദം കേൾക്കാം. എവിടെ കൂടെ ചെയ്തേ, കറക്റ്റടി. കേട്ടില്ലേ ശബ്ദം കേട്ടില്ലേ? അതാണ്. നീ വാ ഓഹോ. സാറേ, അടുത്തൊരു ബ്ലൈൻഡാ. ചേട്ടന് സ്വന്തമായിട്ട് വോട്ട് ചെയ്യാൻ അറിയാമോ? ഇല്ല. ബ്രെയിലി ലിപി അറിയാമോ? ഇല്ല. സഹായത്തിനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്നാ ഇങ്ങോട്ട് വിളിച്ചോ മോനെ. പിന്നെ ഈ വോട്ടർ പറയുന്ന ആർക്ക് വേണം കൃത്യമായിട്ട് വോട്ട് ചെയ്യാൻ. ഓക്കെ. പിന്നെ ഈ പോളിംഗ് ഏജൻസ് ആരും ഈ വോട്ട് ചെയ്യുന്നിടത്തോട്ട് പോകണ്ട. ഓക്കെ മോനെ, ഇന്ന് വേറെ ആർക്കും സഹായിയായിട്ട് പോയിട്ടില്ലല്ലോ ഈ വോട്ട് ചെയ്യാനും പറ്റും? ഇല്ല സാർ, ഇല്ല. ഓക്കെ. അപ്പൊ സെക്കൻഡ് പോളിംഗ് ഓഫീസർ സഹായിയുടെ വലത് കൈയിലെ ചൂണ്ടുവരലുള്ള മഷി വരട്ടെ. ഇനി എലക്ഷൻ കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫേം എലക്ടേഴ്സിന്റെ കവറിലിട്ട് വെക്കണം. മോനെ സഹായി താണ്ടി ഇവിടെ ഒരു ഒപ്പിട്ടെ. അടുത്ത ആള് വാ. സാഗർ അലിയാസ് ജാക്കി, സാഗർ ഭവനം, കൊച്ചി. സാറേ, അത് സാഗറല്ല, താരാദാസ. ചലഞ്ചാണോ? അതെ, ചലഞ്ചാ. എന്നാ ഇവിടെ 2 രൂപ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ. ചേട്ടനിപ്പോ തർക്കം ഉന്നയിച്ചല്ലോ. അപ്പൊ അത് ശരിയാണെന്ന് തെളിയിക്കേണ്ടത് ചേട്ടന്റെ ചുമതലയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള തെളിവുകൾ ചേട്ടൻ കൊണ്ടുവരണം. ചേട്ടാ, നമ്മുടെ പുള്ളി അപ്പൊ തർക്കം ഉന്നയിച്ചിട്ടുണ്ട്. ചേട്ടൻ സാഗറല്ല താരാദാസ് ആണെന്നാ പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ IPC സെക്ഷൻ 419 പ്രകാരം 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്ന് ശിക്ഷയോ അനുഭവിക്കേണ്ടി വരും. പോലീസിനെ വിളിച്ചേ. സാർ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ സാഗറല്ല, താരദാസ് തന്നെ. അപ്പൊ ഓക്കെ. സൂക്ഷിച്ചോ, തട്ടിയൊന്നും വീഴല്ലേ. അടുത്ത ആള് ഷൺമുഖൻ. സാറേ, ഷൺമുഖന്റെ കൂടെ ആരുടെ ചെയ്തു സാറേ? സാറേ, എനിക്ക് വോട്ട് ചെയ്യണം സാറേ. എനിക്ക് വോട്ട് ചെയ്താലേ പറ്റൂ. അത് ആകെയുള്ളൊരു വോട്ടാ. ഞാൻ ഇതിനു വേണ്ടി അമേരിക്കയിൽ നിന്ന് വന്നത്. അതെന്റെ റൈറ്റാ. എനിക്ക് വോട്ട് ചെയ്യണം. അതെ, ഷൺമുഖൻ പറയുന്നത് റൈറ്റാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ വോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ സാറേ, മറ്റേ പരിപാടിയുണ്ട്, എടുത്ത് വീശി സാറേ. ഷൺമുഖൻ വഴിയുണ്ട്, നമുക്ക് വഴിയുണ്ട്. എന്തിനും നമ്മുടെ മുമ്പ് സൊല്യൂഷൻസ് ഉണ്ട്, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഓക്കെ. അപ്പോൾ നമ്മുടെ കയ്യിൽ ടെൻഡേർഡ് ബാലറ്റ്സ് ഉണ്ട്. അപ്പോൾ ഷൺമുഖൻ പക്ഷേ വോട്ടിംഗ് മെഷീൻ വഴിയായിരിക്കില്ല ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ അല്ലേ ചേട്ടാ? അപ്പോൾ ഇത് ബാലറ്റ് പേപ്പറാണ്. അപ്പോൾ ഇതിൽ ആരോ ക്രോസ് മാർക്ക് ഉണ്ട്. അതാണ് വോട്ടിംഗ് കമ്പാർട്ട്മെന്റ്. അവിടെ പോവുക, സ്വസ്ഥമായിട്ട് വോട്ട് ചെയ്യുക, ആർക്കാണെന്ന് വെച്ചാൽ. ഓക്കെ അല്ലേ? സന്തോഷമായില്ലേ? ചേട്ടാ, അപ്പോൾ ഇതിനി നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ടൊരു കവറിനകത്തൊക്കെ ആക്കി വളരെ സുരക്ഷിതമായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഇനി ഒന്നും പേടിക്കണ്ട, കൃത്യമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. സന്തോഷമായല്ലോ? ഓക്കെ, താങ്ക് യു സാർ.
പുള്ളി അപ്പം ഇത് ചെയ്ത സ്ഥിതിക്ക് ഫോം നമ്പർ 17B ലിസ്റ്റും ചേർത്ത് കവർ കണ്ടെയ്നിങ് യൂസ്ഡ് ടെൻഡേഡ് ബാലറ്റ് പേപ്പേഴ്സ് ആൻഡ് ലിസ്റ്റ് ഇൻ 17B എന്ന കവറിലിട്ട് സീൽ ചെയ്ത് നമ്മൾ വെക്കണം. അത് മാത്രമല്ല, പിന്നെ ടെൻഡേഡ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചതിൻ്റെ കണക്ക് ഫോം നമ്പർ 17Cയിൽ ഐറ്റം നമ്പർ 9ൽ ഇതിൻ്റെ വിവരങ്ങളും ചേർക്കണം. അപ്പോൾ അടുത്ത ആൾ വോട്ട് ചെയ്യാൻ അങ്ങോട്ടോ അവിടെ ചോദിക്കും. സാറേ, നമുക്കിതൊരു പ്രശ്നമുണ്ട്. ഇത് ഞാൻ ചെയ്തത് പച്ചക്കുളം വാസുവിനാണ്, കിട്ടിയത് മാമച്ചനാണല്ലോ. അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ? അപ്പോൾ ചേട്ടൻ പറയുന്നത് ചേട്ടൻ വോട്ട് കൊടുത്ത ആൾക്കല്ല ഈ വോട്ട് വീണേക്കുന്നത്, അങ്ങനല്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ട്, ചേട്ടൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ IPC സെക്ഷൻ 177 പ്രകാരം 6 മാസം വരെയുള്ള തടവോ 1000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയ ശിക്ഷയോ ലഭിക്കുമോ എന്നുള്ള കാര്യം മറക്കരുത്. പിന്നെ കാണിക്കുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യത്തിലൊക്കെ ഉറച്ചിരിക്കുവാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരുവാണ്. അപ്പോൾ നമുക്കൊരു ഓപ്പൺ വോട്ട് ചെയ്യാം. അപ്പോൾ ചേട്ടൻ പറയുന്നത് ശരിയാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഈ വോട്ട് ഇവിടെ നിർത്തി വെക്കും. അല്ലാത്ത പക്ഷം മറ്റേ IPC സെക്ഷൻ 177 പ്രകാരം ഒരു കാര്യം ചെയ്യും, നമ്മുടെ ആ രജിസ്റ്റർ ഓഫ് വോട്ട്സിൽ അടുത്ത ക്രമ നമ്പർ ഇട്ടിട്ട് പുള്ളിയുടെ പേര് ഒന്നുകൂടെ എഴുതിക്കേ. ഇനി 17Cയിൽ ഇതിൻ്റെ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മൾ എല്ലാ പോളിംഗ് ഒഫീഷ്യൽസിനും ഉപയോഗപ്രദമാകും വിധം കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗമായി എന്ന് വിശ്വസിക്കുകയാണ്. ശരിയാണ്. അപ്പോൾ എല്ലാ പോളിംഗ് ഒഫീഷ്യൽസിനും ആയാസരഹിതമായ ഒരു പോളിംഗ് ദിനം ആശംസിക്കുന്നു. മാത്രമല്ല, എല്ലാ വോട്ടേഴ്സും നിങ്ങളുടെ സമ്മതിദാനാവകാശം കൃത്യമായി വിനിയോഗിക്കുക.